എന്താ ഓർമ്മ കിട്ടണില്ലേ? രാധാകൃഷ്ണൻ നായർ. ഇങ്ങനൊരു കണ്ടുമുട്ടൽ പ്രതീക്ഷിച്ചില്ല. ഞാനും തീരെ പ്രതീക്ഷിച്ചില്ല. അതല്ലേ ഈശ്വരന്റെ ഒരു കളി. ഇന്നലെ രാത്രി കണ്ടപ്പോ മനസ്സിലായില്ലെങ്കിലും എവിടെയോ കണ്ടു മറന്ന പോലൊരു തോന്നല്. നല്ല പരിചയം. എത്ര ആലോചിച്ചിട്ട് ഒരു പിടിയും കിട്ടിയില്ല. 10-16 വർഷമായില്ലേ. ജീവിച്ചിരിക്കണ്ടാവും എന്നെ വിചാരിച്ചിട്ടില്ല. പഴയ ബാലേന്ദ്രൻ ജീവിച്ചിരിക്കുന്നില്ല. എങ്ങനെ ഈ വേഷത്തിൽ എത്തിപ്പെട്ടു? അന്ന് ഞാൻ മനസ്സിൽ ഒരു ആത്മഹത്യയായിരുന്നു പ്രെഡിക്റ്റ് ചെയ്തത്. അതും ശ്രമിക്കാതിരുന്നില്ല. പല വേഷങ്ങളും കെട്ടി നോക്കി. നഷ്ടപ്പെട്ട എല്ലാം തിരിച്ചു പിടിക്കാൻ. കള്ളക്കടത്ത്, കള്ളച്ചൂത്, കള്ളച്ചാരായം, അങ്ങനെ പറയാൻ അറയ്ക്കുന്നത് പലതും. കിട്ടിയത് രോഗങ്ങൾ, കരള്, തലച്ചോറ് എല്ലാം തകർന്നു. അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം നിർമ്മലയും മോളും തിരുവനന്തപുരത്താ കൃഷ്ണേട്ടന്റെ കൂടെ. മതി, എന്നോടൊന്നും പറയരുത്. എനിക്കൊന്നും അറിയണ്ട. അറിയണ്ടെന്നോ? അതെ, അറുത്തിട്ടും അറുത്തിട്ടും മറ്റുപോകാത്ത ആ ചരട് പൊട്ടിച്ചെറിയാനാണ് ഞാനിവിടെ വന്നത്. നോക്ക്, ഉപേക്ഷിക്കാനോ വിൽക്കാനോ കഴിയാതെ എന്നെ എന്നും പിറകോട്ട് വലിക്കുന്ന ഈ മുദ്ര, ഇത് ഈ സാഗരങ്ങൾക്ക് സമർപ്പിക്കണം. സ്വതന്ത്രനായി തിരിച്ചു പോകണം. അതോടെ എല്ലാറ്റും പോവോ ബാലേന്ദ്ര? ബാലചന്ദ്രനല്ല, ഇപ്പോ ആത്മചൈതന്യ. ദയവ് ചെയ്തെന്റെ മനസ്സിന്റെ ശാന്തത തകർക്കരുത്. 10-16 വർഷമായിട്ട് ഒരു സ്ത്രീ നിങ്ങളെ ഓർത്ത് ഉരുകി ഉരുകി കഴിയുണ്ട്. അവരുടെ കണ്ണീരുണങ്ങാതെ ഏത് ഈശ്വരനാണ് നിങ്ങൾക്ക് ശാന്തത തരിക? പ്ലീസ്, ഒരു തിരിച്ചുവരവ് ഞാൻ ആഗ്രഹിക്കുന്നില്ല. ആ കാലം കഴിഞ്ഞു. ഈ ജീവിതത്തിൽ ഞാൻ സുഖവും സമാധാനവും കണ്ടെത്തുന്നു. എന്നെ വെറുതെ വിടണം. ഞാൻ അപേക്ഷിക്കുകയാണ്. ഓ ശരി ശരി, ഞാൻ ശല്യപ്പെടുത്തുന്നില്ല. നിങ്ങളുടെ സുഖം നഷ്ടപ്പെടുത്തണ്ട. എന്ന് മടങ്ങും? കഴിഞ്ഞാൽ ഇന്ന് തന്നെ, അല്ലെങ്കിൽ നാളെ. നാളെ ഇവിടെ ഉണ്ടെങ്കിൽ ഒരു വിവാഹത്തിന് ക്ഷണിക്കുന്നു. എന്റെ ഭാര്യയുടെ അനുജത്തി നിർമ്മലയുടെ മകൾ ഇന്ദുവിന്റെ വിവാഹമാണ്. സൗകര്യപ്പെട്ടാൽ വരണം. ആകാശമേടയിൽ മാൻപേടയായുയർന്ന തിങ്കൾ കൊതുമ്പുമായി വരും. ആകാശമേടയിൽ നീ മാൻപേടയായുയർന്ന തിങ്കൾ കൊതുമ്പുമായി വരും. വിദൂരമേഘമായി ഞാൻ നിന്നിഴലായി ഞാൻ മായും. അച്ഛനെ മനസ്സിൽ സങ്കല്പിച്ച് തൊട്ടു വന്നിക്ക്. നമ്മുടെ മോളുടെ വിവാഹമാണ്. എവിടെയായിരുന്നാലും അനുഗ്രഹിക്കണേ. കരയേ, കരയല്ലേ, സന്തോഷായിട്ടിരിക്കേ. ഇനിയൊന്നും ഒറ്റയ്ക്കല്ലേ എന്റെ കുട്ടി. അതൊന്നും ആലോചിക്കണ്ട. ഇതുവരെ പിടിച്ചു നിൽക്കണമെന്നേ അമ്മയ്ക്കുണ്ടായിരുന്നുള്ളൂ. നിന്റെ വിവാഹം ഇനി ഒന്നുമില്ല. അമ്മയ്ക്ക് ഒന്നും നോക്കാനില്ല. മേനോനും ഭാര്യയും മരിച്ചുപോയ നിലയ്ക്ക് കൃഷ്ണൻ തന്നെയാ കാരണവര്. ഇവരുടെ കാര്യങ്ങളൊക്കെ കൃഷ്ണനല്ലാതെ ആരാ നോക്കുക? ഞാൻ നോക്കണുണ്ട് ഗോപാലേട്ടാ, നല്ല അന്തസ്സായിട്ട് നോക്കണുണ്ട്. ആരും പറഞ്ഞിട്ടൊന്നുമല്ല. നിർമ്മലെ മകളെ ഞാൻ എന്റെ ഇഷ്ടത്തിന് വിളിച്ചുകൊണ്ട് വരികയാണ് ചെയ്തത്. അതിനിവിടെ ചില നാറികളിലൊക്കെ പറയുന്നുണ്ട്. ഏതവൻ പറഞ്ഞാലും എനിക്ക് രോമ. ദേ, അവരുടെ കാര്യങ്ങൾക്ക് ഇന്നേ വരെ ഒരു കുറവും വരുത്തിയിട്ടില്ല. ഇപ്പൊ തന്നെ ഈ കല്യാണം. ചെക്കൻ നിസാരക്കാരനൊന്നുമല്ല. നാഗർകോവില് ഡോക്ടർ ഭാസ്കര പിള്ളയുടെ മകനാ. ആ അന്തസ്സിനുള്ള മുതൽ കൊടുക്കണ്ടേ? എത്ര ലക്ഷം രൂപ മുടക്കണമെന്നറിയോ? അതിനുള്ളതൊക്കെ മേനോ നേരത്തെ തന്നെ കുട്ടിയുടെ പേർക്ക് ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടെന്നാണല്ലോ കേട്ടിട്ടുള്ളത്. ഓഹോ, നിങ്ങൾ തിരുവനന്തപുരത്തുകാരെ അങ്ങനെ കേൾക്കുള്ളൂ. വെറുതെ അല്ല കടി പിടിക്കാത്ത അസൂയ. 8-10 കൊല്ലമായിട്ട് ഞാൻ നോക്കുന്നത് സംരക്ഷിക്കുന്നത് ആരും കേൾക്കയില്ല, പറയില്ല. ഇറങ്ങാറായില്ലടാ. മിക്കവാറും എല്ലാരും വണ്ടി കയറി. ഇനി ചെറിയമേ ഇന്ദു അങ്ങനെ കുറച്ച് ആൾക്കാരേ ഉള്ളൂ. അവർക്കൊക്കെ വേണ്ടി ഞാൻ താല കൊടുക്കണം. ഒരൊറ്റ എണ്ണത്തിന് നന്ദിയില്ല. ഇന്ദുവും പോയാ നീ ഇവിടെ ഒറ്റയ്ക്കാവില്ലേ?
ചേച്ചി എന്താ ഉദ്ദേശിക്കുന്നത്? ഇനിയുള്ള കാലം ജീവിക്കേണ്ട നിനക്ക്. ഒറ്റപ്പാലത്താണെങ്കി വേണ്ട ചേച്ചി. ഒരു കൂട്ടുകുടുംബത്തില് എന്തവകാശത്തില് വേണ്ട. എനിക്കിവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നെ ഒന്നും വിളിക്കണ്ട. ഞാൻ കിടപ്പായത് പിന്നെ നീ അനുഭവിക്കണതെല്ലാം ചേച്ചി അറിയുന്നുണ്ട്. ചേച്ചിക്ക് എന്താ ചെയ്യാൻ പറ്റുക? മനുഷ്യന്മാരുടെ ഉള്ളിൽ മൃഗാണ്. ചോദിക്കാനും പറയാനും ആരുമില്ല. ഇപ്പൊ ഇത്ര പെട്ടെന്ന് ഈ കല്യാണം നടത്തുന്നതിന്റെ ഉദ്ദേശവും ചേച്ചിക്കറിയാം. എല്ലാം നീ ആലോചിച്ച് തീരുമാനിക്കുക. ഇന്ദുവിന്റെ കൂടെ നിൽക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെയാവാം. വല്ല ഹോസ്റ്റലിലോ മറ്റോ മാറി താമസിക്കണമെങ്കിൽ അങ്ങനെയാവാം. അതല്ല തോറ്റുകൊടുക്കാൻ അതിനൊക്കെ ഉദ്ദേശമെങ്കിൽ ഈ ചേച്ചിക്ക് അതിന് വിരോധമില്ല. ചേച്ചി ഇനിയുള്ള കാലം ജീവിക്കണ്ടേ നിർമ്മലെ? അങ്ങനെ എന്തിനാ ചേച്ചി നിർമ്മല ജീവിക്കണേ? ഏത് മറ്റോടത്തെ കഥയാടി പറഞ്ഞോണ്ടിരിക്കണത്? എത്ര നേരമായി മനുഷ്യൻ അവിടെ കാത്തു നിന്ന് മരവിക്കണു. നിന്റെയൊക്കെ സൗകര്യത്തിനൊക്കെ എന്നെ കിട്ടില്ല. ഇന്നെങ്കിലും ഇത്തിരി സ്നേഹത്തോടെ പറഞ്ഞൂടെ അവളോട്? ഓ, അവക്കെന്തിനാ എന്റെ സ്നേഹം? ആ സ്നേഹം അവൾക്ക് വേണ്ട. ഏത് സ്നേഹം? ഏത് സ്നേഹമാണ് അവൾക്ക് വേണ്ടാത്തത്? നമുക്കത് സംസാരിക്കണ്ട. പറഞ്ഞു വന്ന ബോറാവും. എനിക്ക് ഒരു ബോറുമില്ല. മഹാരോഗം വന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് കൊല്ലം 4 ആയി. ചാകയല്ല, മനുഷ്യന് സ്വൈര്യവും തരില്ല. നാശം. കൃഷ്ണേട്ടനെ പറ്റി വന്നിട്ട് മണിക്കൂർ ഒന്നായി. താനിത് എവിടെയായിരുന്നു? ഞങ്ങൾ ശുചീന്ദ്രം വരെ പോയി തൊഴാൻ. അത് ശരി. ഇവിടെ വന്നിട്ട് ഭാര്യയും ഭർത്താവും കൂടി തീർത്ഥാടനമാണ്. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഏർപ്പാടാക്കിയിട്ടുണ്ടോ? നാളെ ഞാൻ നാറേണ്ടി വരുമോ? നാറ്റുണ്ടെങ്കിൽ നാറാണ്ടിരിക്കില്ലല്ലോ. ഓ, താൻ കുറേശ്ശെ വർത്താനൊക്കെ പറഞ്ഞു തുടങ്ങിയല്ലോ. പറയിപ്പിച്ച പറയാണ്ടിരിക്കണ എങ്ങനെയാ? അതിന് വന്നേ, ചോദിക്കട്ടെ കാര്യങ്ങള്. ഞാൻ റൂമിലേക്ക് വരാം. കൃഷ്ണേട്ടൻ പോ. നിർമ്മലെ, എന്താ എന്താ നിർമ്മലെ? എന്തിനാ കരയണേ? നിർമ്മലെ, നീ കാര്യം എന്താണെന്ന് പറയ്. നിർമ്മലെ, എന്താ എന്താ കരയണേ? എന്താണെന്ന് ചോദിച്ചിട്ട് ഒന്നും പറയണില്ല അവള്. കൃഷ്ണേട്ടൻ വല്ലതും പറഞ്ഞോ? അയാൾ എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ നീ എന്തിനാ വിഷമിക്കണേ? അയാളുടെ വീട്ടിൽ കഴിയണമെന്ന് വെച്ചാൽ അയാളുടെ ചെലവിലൊന്നും അല്ലല്ലോ. നിനക്ക് വേണ്ട നിന്റെ അച്ഛൻ സമ്പാദിച്ചെന്നുണ്ട്. ഇത് അതൊന്നും അല്ല. വേറെന്താ? ഒന്നുമില്ല. ഇനി ഞാൻ ഒറ്റയ്ക്കാണല്ലോ എന്ന് ആലോചിച്ചപ്പോ. ഒറ്റയ്ക്കോ? അപ്പോ ഞങ്ങളൊക്കെ ഇല്ലേടി നിനക്ക്? പിന്നെ വേറൊരു വിശേഷമുണ്ട്. പറഞ്ഞോ. ജീവനോടുണ്ടെന്നെങ്കിലും അവൾ അറിയട്ടെ. എന്താ മാലതേച്ചി? ഞങ്ങള് ബാലേന്ദ്രനെ കണ്ടു. ഇവിടെ കന്യാകുമാരിയിൽ വെച്ച് രാധേട്ടൻ കണ്ടു. എവിടെ രാധേട്ടാ? രാധേട്ടാ, ബാലേട്ടൻ എവിടെ? ഈശ്വര, ബാലേട്ടൻ എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ലല്ലോ. എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. വിശ്വസിക്കുമോളെ, സത്യമാണ്. രാധേട്ടൻ കണ്ടു, സംസാരിച്ചു. നിർമ്മലേ, രാധേട്ടാ, എനിക്ക് കാണണം. എന്റെ ബാലേട്ടനെ എനിക്ക് കാണണം. നിനക്ക് കാണാം. സമാധാനമായിട്ടിരിക്കും മോളെ. എനിക്കൊന്നും വേണ്ട. ഒന്ന് കണ്ടാ മതി. ഞാൻ ദൂരെ നിന്ന് കണ്ടോളാം. ഒരു വാക്കുപോലും വേണ്ടണ്ട. ഈശ്വര, എന്റെ പ്രാർത്ഥന വെറുതെ ആയില്ല. എന്താ? എന്തോ
ഭാഗ്യമില്ലാത്തവളല്ല. എന്റെ മോള് ഭാഗ്യമില്ലാത്ത കുട്ടിയല്ല. എന്താമേ പറഞ്ഞു കൊടുക്ക രാധേട്ടാ, എന്തിനോട് പറയ രാധേട്ടാ, എന്റെ മോളറിയട്ടെ. നീ സമാധാനമായിട്ടിരിക്കെ, ഒക്കെ പറയാം. നീ ഇങ്ങോട്ടിരിക്കെ. എന്താ വല്ലിച്ച? മോളെ, നീ അച്ഛനില്ലാത്ത കുട്ടിയല്ല, അച്ഛനുണ്ട് നിനക്ക്. എന്റെ അച്ഛൻ ജീവിച്ചിരിക്കുന്നുണ്ട്.